ഹലോ, വെൽക്കം ബാക്ക് ടു എ ക്രിസ്മസ് വ്ളോഗ്. അപ്പോൾ നമ്മളിന്ന് ക്രിസ്മസ് ഡെക്കറേഷന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ്, പിന്നെ മെയിനായിട്ട് എനിക്ക് ആദ്യം ഞാനൊരു ബ്രൗണി ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. ബേക്ക് ചെയ്യണമല്ല, ഫ്രീസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ബ്രൗണി. അതുണ്ടാക്കി വെച്ചിട്ട് നമുക്ക് എനിക്ക് ഈ ലിവിങ് റൂമിൽ നമ്മൾ ഈ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടില്ല. അത് എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലേഔട്ട് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രിസ്മസ് ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റഗ്രാമിലൊരു റീല് കണ്ടതാണ് ഒരു ഷോപ്പിൻ്റെത്. അപ്പോൾ അവിടെ പോയി നോക്കാം, എന്തൊക്കെ ഉണ്ടെന്നൊന്നും അറിയില്ല. നല്ല എന്തെങ്കിലും കാണുകയാണെങ്കിൽ വാങ്ങിക്കണം. നമ്മൾ ഭയങ്കര വലിയ രീതിയിലൊന്നും ഡെക്കറേറ്റ് ചെയ്യണില്ല. ക്രിസ്മസ് ട്രീ വലുതൊന്നും പ്ലാൻ ചെയ്യണമൊന്നുമില്ല. പക്ഷേ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ, പിന്നെ കുറേ DIY ഒക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നാളെയൊക്കെ ആയിട്ട് ചെയ്യണം. ഇന്ന് മെയിനായിട്ട് കുക്ക് ചെയ്യണം, ഷോപ്പിങ്ങിന് പോകണം, ഇതൊക്കെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ബ്രൗണി സെറ്റ് ചെയ്ത് വെക്കാം. ഞാൻ ക്രിസ്മസ് ട്രീ പോലെ ഇരിക്കുന്ന സ്ലീവുള്ള ഡ്രസ്സൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം ഡേറ്റ്സിൻ്റെ കുരു കളഞ്ഞിട്ട് ഇതിലേക്ക് ഇടാം. കിമിയ ഡേറ്റ്സ് ആണ് കേട്ടോ ഉപയോഗിക്കണം. അപ്പോൾ ഈ റെസിപ്പി നമ്മുടെ ഫ്രണ്ടുണ്ട് ഫാത്തിമ. നമ്മൾ ഭയങ്കര കൂട്ടാണ്. കളമശ്ശേരിയിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടെ അടുത്ത് തന്നെ ആയിരുന്നു അവരുടെ വീട്. അപ്പോൾ ഫാത്തിമ ഒരു പ്രാവശ്യം ഉണ്ടാക്കി തന്നതാണ് ഈ റെസിപ്പി. ഇതിങ്ങനെ ഫ്രീസ് ചെയ്തിട്ട് നമ്മൾ മുറിച്ചിങ്ങനെ വട്ടം സ്ലൈസ് ആക്കിയിട്ടാണ് തിന്നുക. പക്ഷെ ഇപ്പം ഞാൻ ക്രിസ്മസ് തീമിൽ എന്തെങ്കിലും ഒരു ക്യൂബായിട്ടുള്ളൊരു മോൾഡ് വാങ്ങിയിട്ടുണ്ട്. അതിൽ ഉണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്തിട്ട് ക്രിസ്മസ് ഡെക്കറേഷൻ വല്ലതും ചെയ്യാനാണ് ആലോചിക്കണം. ഒരു പാത്രം ഡേറ്റ്സ് കൊണ്ട് എത്ര ഉണ്ടാക്കാൻ പറ്റുമോ അത്ര നമ്മൾ ഉണ്ടാക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ആകെ 6 ക്യൂബ് അല്ലേ? നമ്മൾ ഫുള്ള് ഇടണില്ല അല്ലേ? അതിൽ നല്ല വലിപ്പമുള്ള മോൾഡാണ് അത്, കുറച്ച് വലിപ്പമുള്ള. അപ്പോൾ നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഒരു പാനിൽ നെയ്യ് ചൂടാക്കി ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് നട്ട്സ് ഇട്ട് എന്നിട്ട് ഈത്തപ്പഴവും കൂടെ മിക്സ് ചെയ്തിട്ട് സ്മാഷ് ചെയ്യണം. ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. 1 ടേബിൾ സ്പൂണൊന്നും ഇല്ല നമുക്ക്, അല്ലെങ്കിൽ വേണ്ട 2 ടേബിൾ സ്പൂൺ ഒഴിക്കുക. ഇനി തീ കുറച്ചിടാം. മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. നമുക്കിത് നട്ട്സ് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിന് നെയ്യ് ഒഴിക്കുന്നത് പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, പിസ്ത, കാഷ്യൂ നട്ട്, ആൽമണ്ട് ചെറിയ തീയിൽ റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിന് മാറ്റി വെക്കണം, കാരണം ചൂട് പോയിട്ട് നമുക്ക് ക്രഷ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ക്രഷ് ചെയ്തിട്ട് ഇതിലിടണം. അതിന് മുന്നേ നമുക്ക് ഈത്തപ്പഴം സ്മാഷ് ചെയ്യാം. ഇത് നമുക്ക് സ്മാഷ് ചെയ്തെടുക്കാം. കിമിയ ഡേറ്റ്സ് തന്നെ വേണമെന്ന് പറയാൻ കാരണം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ്. അപ്പം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാനൊക്കെ എളുപ്പമാണ്. മറ്റേ തൊലി ഇങ്ങനെ നല്ല ഹാർഡായിരിക്കില്ലേ? അപ്പം ഇതെന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇതാകുമ്പോൾ വേഗം ഉടച്ചെടുക്കാൻ പറ്റും, ഒട്ടും പണിയില്ല. നമുക്കിനി ഇതിലേക്ക് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് ഏതായാലും പ്രശ്നമില്ല, അത് പൊടിച്ചിടാം.
ഇതൊന്നും ഇങ്ങനെ കടിക്കാൻ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ്. നല്ല രസമുണ്ട് കഴിക്കുമ്പോൾ മനസ്സിലാവും. ആക്ച്വലി നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി, ഈ സാധനം വേണ്ട. കാരണം ഇത് കുറച്ചിങ്ങനെ കട്ടയായിട്ട് ഈ ഒരു സൈസിൽ ആണ് നല്ലത്. അപ്പോൾ നമ്മളൊരു 400 ഗ്രാം ഡേറ്റ്സ് ആണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 4-5 ബിസ്ക്കറ്റ് ഇട്ട് ഞാൻ എണ്ണാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ മതി, ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കും ജസ്റ്റ്. അപ്പോൾ നമ്മൾ നട്ട്സ് പൊടിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി. ഇത്ര പൊടിക്കേണ്ട ആവശ്യമില്ല, എന്നാലും നമ്മൾ പൊടിച്ചത് ഇതിലേക്ക് ഇടാൻ പോവാണ്. നട്ട്സ് കുറേ ആയിപ്പോയി തോന്നുന്നു. ഈത്തപ്പോൾ ഇത്രയും നട്ട്സ് നമ്മൾ ഭയങ്കര റിച്ചാണ്. നട്ട്സൊക്കെയാണ് നമ്മൾ തിന്നേണ്ടത് ശരിക്കും, അല്ലേ? ദിസ് ഈസ് ഹെൽത്തി. പക്ഷെ ഇതിലെ ബിസ്ക്കറ്റ് എന്ന ഭാഗം ഐ ഡോണ്ട് നോ. ഇതാണ് ഒരു നട്ട്സും ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഷേപ്പ് ആക്കാൻ പറ്റിയ ഒരവസ്ഥ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് ചോക്ലേറ്റ് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ്, ആക്ച്വലി അതിനകത്തൊരു തരി ഉപ്പിട്ടിരുന്നേ, അത് ഞാൻ വീഡിയോയിൽ പറയാൻ മറന്നുപോയി. അപ്പോൾ ആ ചോക്ലേറ്റ് നമുക്ക് ഇതിലേക്ക് വെച്ച് മിക്സ് ചെയ്യാം. കൊതിയാവുന്നു ഇതൊക്കെ. കണ്ട, ഓക്കെ. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നമുക്കിത് മോൾഡിലേക്കാക്കി ഷേപ്പ് ചെയ്യാം. ഇത് ഈ ഒരു പാൻ ഗ്രീസ് ചെയ്തിട്ട് അതിലാണ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കണം. കാരണം മോൾഡ് എന്തിനാ ഇത്ര കഷ്ടപ്പെടണമെന്ന് വിചാരിച്ചു മുറിച്ചെടുത്താൽ പോരെ, എന്തായാലും ക്യൂബ് പോലെയല്ലേ ഇരിക്കണം. അപ്പോൾ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ തോന്നി നമുക്ക് ഇത് ഇതിലേക്ക് ഇടാം. മോൾഡിലാക്കിയാൽ അത് ഇത്രയും ഒരു കട്ടിയുള്ള മോൾഡായിരുന്നു. അപ്പോൾ ഇത് നല്ല ഹെവി ആയിട്ടുള്ള സാധനമല്ലേ, നട്ട്സ് ചോക്ലേറ്റും പിന്നെ നെയ്യും ഒക്കെ ഭയങ്കര ഹെവിയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് വലിയ പീസ് കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ ഇത് തന്നെ ബെറ്റർ. കുറച്ചും കൂടി വലിപ്പമുള്ള പാത്രത്തിൽ തന്നെ പരത്താൻ നോക്കുക. അതാകുമ്പോൾ ചെറിയ തിന്നായിട്ടുള്ള സ്ലൈസ് ആയിരിക്കുമല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളത് ഫ്രീസറിലേക്ക് വെച്ച് ഇനി കുറച്ച് സമയം അത് സെറ്റാവാൻ വേണം. അതുവരെയും എനിക്ക് കുറച്ച് പണികളൊക്കെ തീർക്കാനുണ്ട്. അപ്പോഴത്തേക്ക് അതായിട്ട് പ്രസാദ് വന്നിട്ട് നമുക്ക് ക്രിസ്മസ് ഷോപ്പിങ്ങിന് പോകണം. അവൻ ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഉള്ള ടേബിള് ബെഡ്റൂമിലേക്ക് ഇടണം. അങ്ങനെ കുറച്ച് പണിയുണ്ട്. അതവൻ വന്നിട്ട് തന്നെ ചെയ്യുക. അതുവരെ ഞാൻ എൻ്റെ പണികളൊക്കെ തീർത്ത് വെക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മളിത് റാപ്പ് ചെയ്ത് വെച്ചിരുന്നു. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, കാരണം ഫ്രീസറിൽ വെക്കുമ്പോൾ റാപ്പ് ചെയ്ത് വെക്കണേ നല്ലത്. ഓക്കെ, നമുക്ക് എടുക്കാം. തുറന്ന് നോക്കാം. നല്ല ഐസായിട്ടുണ്ട്. ഞാൻ കുറച്ച് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു വേഗം ആവാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് അധികം ഐസായി പോയോ എന്നറിയില്ല. ഓക്കെ, അപ്പം നമുക്കിനി ഇത് മുറിച്ചെടുക്കണം. ഇത് കുഴപ്പമില്ല. അപ്പം നമുക്കേ ഈ 4 അറ്റത്തത് വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ആദ്യമേ മാറ്റണമായിരുന്നു. അപ്പം ഞാൻ ഈ 4 അറ്റത്തത് ഇങ്ങനത്തെ ഒരു ഷേപ്പല്ലേ, അപ്പം ഇത് മാറ്റിയിട്ട് നമ്മളൊരു പൈൻ കോണിൻ്റെ ഒരു ഷേപ്പിലാക്കി ആ ഒരു ഇതിലാക്കാമെന്ന് വിചാരിക്കണം. നാലറ്റത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ ചേഞ്ച് ചെയ്തു. ഇത് നമുക്ക് വിടിയിപ്പിച്ചെടുത്തിട്ട് വേറൊരു ട്രേയിലേക്ക് ആക്കാം, കറക്റ്റ് ഷേപ്പ് ആക്കിയിട്ട്. കാരണം ചോക്ലേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷേപ്പ് ആക്കാൻ പാടല്ലേ മുകളിലൊരു ലെയർ.
അതുകൊണ്ട് നമ്മൾ എല്ലാം വിടിയിപ്പിച്ചെടുത്തിട്ട് ഷേപ്പാക്കി വെച്ചിട്ട് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിക്കാം. കോഴിക്കുഞ്ഞിനെ പോയിട്ട് റൗണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് പൈൻ കോൺ പോലെ ആക്കാനാണ്. നമ്മൾ എന്തൊക്കെയോ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ വെക്കാനാണ് പ്ലാൻ. പക്ഷേ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് കറക്റ്റ് ഇതാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് എല്ലായിടത്തേക്ക് ആക്കി കൊടുക്കാം. ചോക്ലേറ്റ് കരിയാതിരിക്കാനാണ് ഞാൻ ഈ ചെയ്യണത്. ബാറിടാം. അപ്പോൾ നമുക്കിനി ഇത് ഡിപ്പ് ചെയ്തെടുക്കാം. ഇവിടെ ഇരുത്താം. ഇതെങ്ങനെ മുക്കട്ടെ എനിക്കറിയില്ല. അവിടെ ഇരിക്കും. എടാ മോനെ, കോഴിയുടെ കൂടും. ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റായിരിക്കണ ഒരു വല്ലാത്തൊരു കൊതി വരുന്ന സാധനമാണല്ലേ. ചോക്ലേറ്റ് ഫൗണ്ടനൊക്കെ കാണുമ്പോൾ വാങ്ങിക്കാനുള്ള ഒരു പൂതി. പക്ഷെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. നീ കഴിച്ചിട്ടുണ്ടോ? അവിടെ എപ്പോഴും തിരക്കായിരിക്കും ഏത് കല്യാണത്തിനും. ഇത് ഇതിന്റെ കയ്യിലൊരു ലവ് ഇവിടെ ഇപ്പുറത്ത് ലവ് സിമ്പലെ പോലെ അല്ലേ? ഏതടി? ആ മുറിവാ? അല്ലടി, അതെങ്ങനെ വന്നു തനിയെ? എനിക്കറിയില്ല. കോഴി എല്ലായിടത്തും ആയില്ലേ? അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് വെച്ചത് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി കുറച്ച് ചെറിയൊരു ഡെക്കറേഷൻ നട്ട്സ് വെച്ചിട്ട് ചോക്ലേറ്റ് നട്ട്സിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിൽ ഒട്ടാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ഇതിൽ കുറച്ച് ഒട്ടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം. ക്രിസ്മസ് തീമിലേക്ക് ആക്കണ്ടേ. പൈൻ കോൺ ഉണ്ടാക്കാൻ എനിക്കറിയില്ല. പൈൻ കോൺ ഇങ്ങനെ തന്നെയാണോ? പക്ഷെ ലെറ്റ്സ് ട്രൈ. അപ്പോൾ നമ്മൾ ബ്രൗണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷമായി. നല്ല രസമുണ്ട് കാണാൻ. ഇനി ഇത് ഒന്ന് പിന്നെയും ഫ്രിഡ്ജിൽ വെച്ച് കൂളായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് വിശക്കല്ല. ഞാൻ ശരിക്കും ടയേർഡായി. കുറേ പണിയെടുത്ത പോലെ. കാരണം ഇത് കണ്ടിന്യൂസ് അല്ലായിരുന്നല്ലോ. ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ എന്തായാലും കഴിഞ്ഞ് പ്രസാദം വന്നിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് ഫർണിച്ചറിൻ്റെ ലേഔട്ട് ശരിയാക്കിയിട്ട് ഷോപ്പിങ്ങിന് പോവാം. അപ്പോൾ ഫർണിച്ചർ എല്ലാം ഓരോ സ്ഥലം നോക്കി ഇട്ടിട്ട് നമുക്ക് ഇറങ്ങാം. ക്രിസ്മസ് ആയതുകൊണ്ട് രാത്രി ആയാലും പ്രശ്നം ഉണ്ടാവില്ല, ലൈറ്റൊക്കെ കാണിക്കാൻ നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ അതാണ് ഞാൻ വ്ലോഗ് എടുക്കാമെന്ന് വിചാരിക്കണം. നല്ല കാണുന്നുണ്ട്. നമുക്ക് ചവിട്ടിയിടാടിയില്ലേ, നരക്കി ഇവിടെ ഇരിക്കുന്ന ബോക്സുകളെല്ലാം അൺബോക്സ് ചെയ്യാനുള്ളതാണ്. ഒരു മീഷോ ആൻഡ് ആമസോൺ ഹോൾ വീഡിയോ പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ലേഔട്ടാണ് തീരുമാനിച്ചേക്കണത്. ഈ ഒരു സ്പേസ് ഭയങ്കര എംപ്റ്റി ആയിട്ട് തോന്നുന്നുണ്ട്. അതെന്തെങ്കിലും തീരുമാനിക്കണം. ഇപ്പോഴത്തേക്ക് ഇങ്ങനെയാണ്. ഞാൻ വിചാരിച്ച് വേഗം തീരുമാനിക്കാൻ പറ്റുമെന്ന്, പക്ഷെ കുറച്ച് ടൈം എടുത്ത്. അപ്പോൾ നമുക്ക് വേഗം ഇറങ്ങാം. ലെറ്റ്സ് ഗോ ഷോപ്പിംഗ്. ഇതിലേതാ എടുക്കണ്ടത്? ഇത് നിൻ്റെ കയ്യിലിരിക്കണ ഇഷ്ടപ്പെട്ട? ആ, ഒരെണ്ണം ചെറുത് എടുക്കണം. അതെടുക്കാം. വേറൊരു ചെറുതെടുക്കാം. കവർ ഇട്ട് വെച്ചേക്കണ എന്താ? ഈ ഷോപ്പാണ് നമ്മൾ റീലിൽ കണ്ടിട്ട് വന്നത്. ഈ ഒരു ടേബിളിൽ ഇരിക്കുന്ന ഐറ്റംസ് മാത്രമാണ് എനിക്ക് കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടത്. ബാക്കി യൂഷ്വൽ എനിക്ക് മുമ്പ് കയറിയ കടയുടെ അത്രയും തീരെ ഇഷ്ടമായില്ല. പക്ഷെ റീല് കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ യൂഷ്വലുള്ള സാധനങ്ങളുണ്ട്, പക്ഷെ ഞാൻ വിചാരിച്ചു ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സെറാമിക്കിൻ്റെ കുറേ യുണീക്ക് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതായത് ക്രിസ്മസ് തീമിൽ അവർ ക്രിസ്മസിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള സെറാമിക് പീസുകൾ കുറേ ഉണ്ടായിരുന്നു അവിടെ.
ക്രിസ്മസ് സ്റ്റോർ. നിങ്ങൾ ബാംഗ്ലൂർ ആണെങ്കിൽ ഈ ഷോപ്പ് വന്ന് നോക്കുക. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ കുറച്ച് നല്ല പീസുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഈ ഷോപ്പിൽ നല്ല ഭംഗിയുള്ള കുഷ്യൻസ് കണ്ടോ? റേറ്റ് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. എന്തൊക്കെ വാങ്ങിയെന്ന് അടുത്ത വ്ളോഗിൽ കാണിക്കാം. അതുവരെ ടാറ്റ ബൈ.